സെലൻസ്കി വികാരഭരിതരായപ്പോൾ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വിളിച്ച് ആശ്വസിപ്പിക്കുന്ന മോദി, അത് അഭിനയമാവട്ടെ എന്തോ ആവട്ടെ, ചിലപ്പോൾ അയാൾക്കും വൈകാരികത ഉണ്ടായിട്ടുണ്ടാവും. ഒരേ സമയം ഇരയ്ക്കൊപ്പവും വേട്ടക്കാരനൊപ്പവും നിന്നു എന്ന വ്യാഖ്യാനം ആൾക്കാർ നടത്തുമ്പോൾ ഞാൻ അതിനോട് വിയോജിക്കുന്ന ആളാണ്. ഒരു രാഷ്ട്രത്തലവന് ഇമോഷൻസിനപ്പുറം രാജ്യ താല്പര്യം മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ രണ്ട് ഭാഗത്തും നഷ്ടമുണ്ടാക്കുന്ന ഒന്നാണ് ഈ യുദ്ധം എന്ന മെസ്സേജ് രണ്ടു കൂട്ടർക്കും കൊടുക്കുകയും യുദ്ധം കൊണ്ട് അന്തിമമായിട്ട് അത് ഇന്ത്യ എടുത്തിട്ടുള്ള ഏറ്റവും നല്ല തീരുമാനം ആലോചിച്ച് നോക്കിയേ. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ തുടർച്ച എന്നോണം പാകിസ്ഥാനൊക്കെ നരങ്ങത്തില്ലേ ഇന്ത്യ. കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ മുന്നറിയിപ്പ് കൊടുത്തു, പിന്നെ നയതന്ത്രബന്ധമല്ല ഇങ്ങനെ വിശ്വസിച്ചിങ്ങനെ നിൽക്കുമ്പം ഇവിടെ വേറെ ഡാമുണ്ടാക്കുകയോ അവർക്ക് വെള്ളം കൊടുക്കാതിരിക്കുകയും മഴക്കാലത്ത് വെള്ളം ഒന്നായിട്ട് തുറന്നു വിട്ട് അവരുടെ ആകെ നശിപ്പിക്കുകയും ചെയ്യുന്ന സ്ട്രാറ്റജിയിലേക്ക് വരെ യുദ്ധം മുന്നോട്ട് പോകും എന്ന് പ്രെഡിക്റ്റ് ചെയ്യപ്പെട്ടിട്ട് ഇവിടെ കനത്ത മഴയാണ് ഈ മേഖലയിൽ. അപ്പോൾ അങ്ങോട്ട് പോകുന്ന നദികളുടെ എല്ലാം ഡാം തുറന്നു വിടേണ്ടി വരും എന്നുള്ള മുന്നറിയിപ്പ് പാകിസ്ഥാൻ കൊടുത്തു. പാകിസ്ഥാൻ ഇവാക്വേഷൻ പ്രവർത്തനം നടത്താനുള്ള സമയം കൊടുത്തു, അല്ലാതെ ഒറ്റയടിക്ക് തുറന്നു വിടുകയല്ലേ ഇത്. അപ്പം ആ മാന്യത ഇന്ത്യ കാണിച്ചിട്ടുണ്ട്.